ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 7ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 8 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളാണ് അവസാന ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് ജനവിധി. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ 7 ഘട്ടങ്ങളായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ 7ാം ഘട്ടം ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവം സമാപിക്കുന്നു എന്ന് വേണം പറയാൻ. എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകുന്നേരം വരാനിരിക്കുന്നു. ഒപ്പം ഇനി 3 നാൾ മാത്രമേ ഉള്ളൂ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ. ഇന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്ത് നടക്കുന്നത്? വിവരങ്ങൾ. രജനി, ഗുഡ് മോർണിംഗ്. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയുമാണ് 57 മണ്ഡലങ്ങളിൽ ഇപ്പോൾ 7ാം ഘട്ടമായി അല്ലെങ്കിൽ അവസാന ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങൾ, പഞ്ചാബിലെ 13 മണ്ഡലങ്ങൾ, കൂടാതെ 9 മണ്ഡലങ്ങൾ, ബീഹാറിൽ 8 മണ്ഡലങ്ങൾ, ഒഡീഷയിൽ 6 ഇടങ്ങളിൽ, അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ 4 ഇടങ്ങളിലും, അതേപോലെ തന്നെ ജാർഖണ്ഡിൽ 3 മണ്ഡലങ്ങളിലും, ഇതുകൂടാതെ ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശത്തുമാണ് ഇന്ന് 7ാം ഘട്ടമായി അവസാന ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 13 മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടുന്നു. ഏറ്റവും പ്രധാനം അതുതന്നെയാണ്. അവിടെ പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളത് മാത്രമാണ് BJP സംബന്ധിച്ചിടത്തോളം ആശങ്ക. കഴിഞ്ഞ തവണ 4,79,505 വോട്ടുകളാണ് പ്രധാനമന്ത്രിക്ക് ഭൂരിപക്ഷമായി ലഭിച്ചത്. ഇപ്പോൾ അത് 7 ലക്ഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രചരണമാണ് BJP വാരണാസിയിലുടനീളം ആവിഷ്കരിച്ചത്. പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസിൻ്റെ UP അധ്യക്ഷൻ അജയ് റായോടാണ് പ്രധാനമന്ത്രി ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ 2 തവണയും അജയ് റായ് പ്രധാനമന്ത്രിയോട് മത്സരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ 1,75,000 വോട്ടുകൾ മാത്രമാണ് അജയ് റായ്ക്ക് നേടാനായത്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിയും മത്സരിച്ചിരുന്നു. അവിടെ ശാലിനി യാദവിനും ഏതാണ്ട് അതിനോട് 1,70,000 വോട്ടുകളോട് അടുപ്പിച്ച് ലഭിച്ചിരുന്നു. ഇത്തവണ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് അവിടെ മത്സരിക്കുന്നത്. അജയ് റായിയാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് വാരണാസി മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുമായി ഏറ്റുമുട്ടുന്നത്. ഇത്തവണ ഭൂരിപക്ഷം എത്ര ആകും എന്നുള്ളത് മാത്രമാണ് BJPക്ക് ആശങ്കയെങ്കിൽ അവിടെ വിജയിക്കുമോ എന്നുള്ള ആശങ്ക പ്രധാനമായും ഇന്ത്യ സഖ്യത്തിനുണ്ട്. എന്നാൽ പുറമേ അത്തരം ഇതൊന്നും നടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയും വളരെ പരാജയഭീതി തന്നെയാണ് വാരണാസിയിൽ നിലനിൽക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ഗോരഖ്പൂർ തന്നെയാണ്. അവിടെ നടനും അതേപോലെ തന്നെ BJP നേതാവുമായ രവികൃഷ്ണനാണ് മത്സരിക്കുന്നത്. ഇത് 2ാം അംഗമാണ് അവിടെ രവികൃഷ്ണൻ. കഴിഞ്ഞ തവണ 3 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണ അത് 5 ലക്ഷത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അവിടെ BJP മത്സരിച്ചത്. അവിടെ 5 തവണ ഗോരഖ്പൂർ മണ്ഡലത്തിൽ യോഗി ആദിത്യനാഥിനെ BJPക്ക് നൽകിയ മണ്ഡലമാണ്. വലിയ ഭൂരിപക്ഷമാണ്. BJPയുടെ ഏകപക്ഷീയമായി BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഗോരഖ്പൂർ. സ്വാഭാവികമായും ഇത്തവണയും അവിടെ ഒരു 5 ലക്ഷം ഭൂരിപക്ഷം മാത്രമാണ് BJP പ്രതീക്ഷിക്കുന്നത്. പഞ്ചാബിലേക്ക് വരുമ്പോൾ പഞ്ചാബിൽ 13 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഒറ്റഘട്ടമായാണ് ഈ 13 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ വലിയ ചേരിതിരിഞ്ഞുള്ള പോര് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. പ്രത്യേകിച്ച് അവിടെ കോൺഗ്രസും ആം ആദ്മിയും വെവ്വേറെ മത്സരിക്കുന്നു. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ചായിരുന്നു മത്സരിച്ചെങ്കിൽ പഞ്ചാബിലേക്ക് ചെല്ലുമ്പോൾ അവർ മാറി നിന്ന് മത്സരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ NDAയുടെ ഭാഗമായിരുന്ന ശിരോമണി അകാലിദൾ ഇത്തവണ BJPയിൽ നിന്നും അല്ലെങ്കിൽ NDAയിൽ നിന്നും മാറി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അങ്ങനെ 4 കോണുകളിൽ നിന്നായിട്ടുള്ള ഒരു മത്സരമാണ് പഞ്ചാബിൽ നടക്കുന്നത്. അവിടെ ആം ആദ്മി സർക്കാർ ഭരിക്കുന്നു. സ്വാഭാവികമായും അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്നാൽ പ്രതിപക്ഷവും അവിടെ ഈ ഭരണവിരുദ്ധ വികാരത്തെ ചോദ്യം ചെയ്യുവാനില്ല, അല്ലെങ്കിൽ ഈ ആം ആദ്മി സർക്കാരിൻ്റെ അഴിമതികളെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ളതാണ് BJP അവിടെ ഉയർത്തിക്കാട്ടുന്നത്. അതുമാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചാബിലേക്കും കൂടുതൽ വ്യാപിപ്പിക്കുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ പഞ്ചാബിൽ BJP മത്സരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് അവിടെ BJPക്കുള്ളത്. അതേസമയം ഇത്തവണ 13 മണ്ഡലങ്ങളും നേടുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനുമുണ്ട് പഞ്ചാബിൽ. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിലാണ് 9 മണ്ഡലങ്ങൾ ഉള്ളത്. 9 മണ്ഡലങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുമ്പോൾ അവിടെ ഏകപക്ഷീയമായ വിജയമുണ്ടാകുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ വിശ്വാസം. അവിടെ ഡയമണ്ട് ഹാർബറിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ അഭിഷേക് ബാനർജി മത്സരിക്കുന്നു. ഇത്തവണ അഭിഷേക് ബാനർജിയുടെ ഭൂരിപക്ഷം സംബന്ധിച്ചാണ് TMCയുടെ ആശങ്ക. ഏതായാലും TMCക്കെതിരെ വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ സന്ദേശ് കാലി അടക്കം ചർച്ചയായ വിഷയമുണ്ട്. ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിന് നേരെ സർക്കാർ നിരന്തരം സ്വീകരിക്കുന്ന സമീപനങ്ങൾക്കെതിരെ അവിടെ
ഗ്രൗണ്ട് ലെവലിൽ വലിയ പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായും അത് വോട്ടായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്കുള്ളത്. ബീഹാറിൽ 8 മണ്ഡലങ്ങൾ, അവിടെ ബി ജെ പി അല്ലെങ്കിൽ കൂടുതലും ബി ജെ പി സീറ്റുകളാണ്, അവിടെ അത് നിലനിർത്തുമെന്നുള്ള വിശ്വാസം ബി ജെ പിക്കുണ്ട്. ഒപ്പം ഒഡീഷയിലേക്ക് വരുമ്പോൾ 6 മണ്ഡലങ്ങളിലാണ് ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ 4 ഇടങ്ങളിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനം, അവിടെ ഈ 4 മണ്ഡലങ്ങളിലും പിടിച്ചെടുക്കുവാൻ വേണ്ടി ബി ജെ പി കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് എത്തിച്ചിരുന്നതും അതേപോലെ തന്നെ പ്രചരണം ആ രീതിയിൽ ബി ജെ പി മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. പ്രത്യേകിച്ച് മാണ്ഡി അടക്കമുള്ള മണ്ഡലങ്ങൾ, അതേപോലെ തന്നെ അവിടെ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ മത്സരിക്കുന്ന ഹിമാർപൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ, ഇതെല്ലാം തന്നെ ശ്രദ്ധേയമായ മണ്ഡലം ആണ് ഈ ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം ജാർഖണ്ഡിൽ 3 മണ്ഡലങ്ങൾ മത്സരിക്കുന്നു. ബി ജെ പിക്കെതിരെ ഇന്ത്യ സഖ്യം 3 ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഒപ്പം ചണ്ഡീഗഡിലും, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലാണ് മറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മനീഷ് തിവാരി കോൺഗ്രസ് ബി ജെ പിയുടെ സീറ്റ് പിടിച്ചെടുക്കുവാൻ വേണ്ടി കോൺഗ്രസ് നിയോഗിച്ച മനീഷ് തിവാരി അവിടെ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയോട് കൂടി മത്സരിക്കുന്നു. ഇങ്ങനെ 57 മണ്ഡലങ്ങളിൽ വാശിയേറിയ പോരാട്ടമാണ് ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പശ്ചിമ ബംഗാളിലൊക്കെ തന്നെ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിലൊക്കെ തന്നെ വലിയ അക്രമങ്ങൾ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ സ്വാഭാവികമായും കനത്ത സുരക്ഷയിലാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് രജനി. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കൃത്യമായ ഒരു ചിത്രമാണ് നന്ദഗോപൻ നൽകിയത്. എന്നാൽ തന്നെ ഇന്ന് വൈകിട്ട് 6:00 തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് അത് ശരിയായിട്ട് തന്നെ നടപ്പിലായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇപ്രാവശ്യത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ്. അതിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, ആ ചർച്ചയിലൊന്നും പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6:30 തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും. എന്നാൽ ആ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ TV ചാനലുകളിൽ ചർച്ചയ്ക്ക് പോകണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇന്നലെ എക്സിലൂടെ കോൺഗ്രസ് ആ കാര്യങ്ങൾ വ്യക്തമാക്കി. കേരളത്തിൽ ഇപ്പോൾ KPCC ഈ വിഷയത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതിനോടകം വ്യക്തമായിട്ടില്ല. അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, KPCC അധ്യക്ഷനടക്കമുള്ളവർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ട്. അതേസമയം മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഈ ഹിന്ദി ചാനലുകളിലെ ചർച്ചകൾക്കൊന്നും തന്നെ ഈ പ്രതിനിധികളെ അയക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൽഹിയിൽ ചേരുന്നു എന്നുള്ളതാണ്. അതായത് 4-ാം തീയതി സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി സംബന്ധിച്ചില്ലെങ്കിൽ എന്ത് സമീപനമാണ് 4-ാം തീയതി സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം ചേർന്ന് ഇന്ന് ഡൽഹിയിൽ യോഗം ചേരുന്നത്. മമതാ ബാനർജി ഇന്ന് യോഗം ബഹിഷ്കരിക്കും, അതിൽ പങ്കെടുക്കില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 4-ാം തീയതി എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് ഇന്നലെ വ്യക്തമാക്കിയതും അതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളിലും കോൺഗ്രസ് പങ്കെടുക്കില്ല. അതേസമയം 4-ാം തീയതിക്ക് ശേഷമുള്ള മുഴുവൻ ചർച്ചകളിലും പങ്കെടുക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 4-ാം തീയതി ഈ പുറമെ വലിയ പ്രതീക്ഷകളൊക്കെ തന്നെ പങ്കുവെക്കുന്നെങ്കിലും ഉള്ളിൽ AICC ആസ്ഥാനത്തിനുള്ളിൽ വലിയ പുകച്ചിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കനത്ത തോൽവിയുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഈ നേതൃത്വത്തിനുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ ഈ 6 ഘട്ടങ്ങളിലായി ഉണ്ടായ ചർച്ചകൾ, അല്ലെങ്കിൽ 7 ഘട്ടങ്ങളിലായി ഈ തെരഞ്ഞെടുപ്പ് വേദികളിലുണ്ടായ, പ്രചരണ വേദികളിലുണ്ടായ ചർച്ചകളൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായ ഭാഷയിൽ കോൺഗ്രസിൻ്റെ പാകിസ്ഥാൻ പ്രേമമടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഈ ഭാരതത്തിൻ്റെ സൈന്യത്തിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകളെ അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് BJP അവിടെ പ്രചരണത്തിന് മുന്നേറാൻ സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ഫലം എന്താകുമെന്നുള്ള ആശങ്ക കോൺഗ്രസിനും അതേപോലെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിനാകെയുണ്ട്. അതേസമയം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സ്വാഭാവികമായും 4-ാം തീയതി BJPക്ക് ഒരു ഏകപക്ഷീയമായ വിജയം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും EVM-നെതിരെയുള്ള പഴിചാരാൻ, അല്ലെങ്കിൽ EVM-ന്റെ ഇതിലെ സംശയിക്കുവാനുള്ള സാധ്യതയുണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അടക്കം ആരോപണങ്ങൾ ഉയരുവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഏത് രീതിയിൽ പിന്നീട് മുമ്പോട്ട് പോകണം, ചാനൽ ചർച്ചകളിൽ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യാനാണ് ഇന്നിപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ഡൽഹിയിൽ നടക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ടും ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ചയായേക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ യോഗത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകളും കഴിഞ്ഞ തവണത്തെ വിലയിരുത്തലുകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ തവണ
ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ കൃത്യമായ ഏതാണ്ട് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ പങ്കുവെച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ 2019 കാഴ്ച. അതേ 2024 സമാനമായ രീതിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് വീണ്ടും ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. രചന, യെസ്, 2014 2019 അതേ സ്ഥിതി 2024 ആവർത്തിക്കുക തന്നെ ചെയ്യും. എന്തായാലും ലോകം നോക്കിക്കാണുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം 4-ാം തീയതി വരാനിരിക്കുകയാണ്. ഇന്ന് 7ാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കും. വോട്ടെടുപ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 8 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളിലാണ് അവസാന ഘട്ടത്തിൽ വിധി എഴുതുന്നത്. ഇതിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ജനവിധി ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ വൈകിട്ട് 6:30 തന്നെ പുറത്ത് വരും. ഒപ്പം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിലെ ചർച്ചകളിൽ ഒന്നും തന്നെ പങ്കെടുക്കില്ല എന്നുകൊണ്ട് കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗവും ഇന്ന് വൈകിട്ട് വിളിച്ച് ചേർത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയിക്കുമെന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതൊക്കെ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ കൃത്യമായ വിവരങ്ങളടക്കം തത്സമയം നമ്മുടെ ജനം TV സജ്ജമായിട്ടുണ്ട്. സംപ്രേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിഥികളും ഒപ്പമുണ്ട്. എല്ലാം തന്നെ വിശദമായിട്ട് തത്സമയം ജനം TV കാണാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഡൽഹിയിൽ നിന്നും തെരഞ്ഞെടുപ്പിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.